സഖാക്കളെ, ഇന്ന് കുടുംബയോഗം വിളിച്ചിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. വേണ്ട, തലയിരിക്കുമ്പോ വാലാടണ്ട. ഞാൻ വാലല്ലടി, തലയാ. തല തല ഓ ശരി പപ്പി, ഓക്കെ. മിക്കോ, നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ഈ തലയുണ്ട് കൂടെ, ഈ ഡാഡിയുണ്ട് കൂടെ, പറഞ്ഞോ. കുടുംബയോഗത്തില് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇന്നലെ അമ്മച്ചി പറഞ്ഞു, അമ്മച്ചി എങ്ങോട്ടെങ്കിലും പോകുമ്പോ നമ്മളെ നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളിൽ നിന്ന് ഒരാളെ കണ്ടെത്തണം നമ്മളെ നോക്കാൻ. അതായത് നമ്മളിപ്പോ 5 പേര്, നമ്മളെ തന്നെ നോക്കാനായിട്ട് ഒരു ലീഡറിനെ, ഒരു നേതാവിനെ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അതിനിപ്പോ എന്തത്ര ആലോചിക്കാന്, പന പോലെ ഇവിടെ ഇരിക്കല്ലേ റോക്കിച്ചൻ. അമ്മച്ചി അപ്പനെ പറഞ്ഞ് വയസ്സ് ചെന്നവരെ വേണ്ട, യുവാക്കളെ മതിയെന്ന്. ഓ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പം ആരെയാണ് തിരഞ്ഞെടുത്തത്? ഉള്ളത് ഞാനും പിങ്കുവാണ്. ആരാവണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കണം, നിങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത്. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ഇലക്ഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവാൻ ആർക്കാണ് അർഹത, അവരെ നിങ്ങൾ ജയിപ്പിക്കുക. അപ്പൊ ശരി, യോഗം പിടിച്ചിട്ടിരിക്കുന്നു. ഡാഡി മമ്മി ഒന്നും ആലോചിക്കണ്ട, മിക്കൂരങ്ങ് കൊടുത്താൽ മതി വോട്ട്. അല്ലെങ്കിൽ നിങ്ങളെ പിടികിരിയും ചിക്കനും എല്ലാം ഞാൻ കട്ട് ചെയ്യും. എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാല് നിങ്ങൾക്കൊരു ഓഫറും കൂടി തരുവാണ്. ഈ വീട്ടിൽ വിരോധിക്കപ്പെട്ട സാധനം ബീഫ്, അത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ നടപ്പിലാക്കും. ഇത് വല്ലതും നടപ്പിലാവോ കൊച്ചേ, അതോ വെറുതെ കൊതിപ്പിക്കുവാന്നോ? വോട്ട് മേടിച്ച് പോക്കറ്റിലിട്ട് പിന്നെ ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ നടക്കുവോ? കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. നമ്മുടെ നേതാവിനെ കണ്ടെത്തുന്ന ദിവസമാണിന്ന്. ഞാനും പിങ്കുവാണ് മത്സരിക്കുന്ന യുവതികള്. ബെല്ലാമ്മച്ചിയുടെ വോട്ട് ഈ മിക്കൂന് തന്നെ തരണം. ഞാൻ ജയിച്ചു കഴിഞ്ഞ നിങ്ങളുടെ ഈ ജയിൽവാസം അന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ വോട്ട് മിക്കൂന്. ബൈ. ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു ഇലക്ഷൻ പ്രചരണമൊക്കെ? ഇനി 1/2 മണിക്കൂറുടെ ഉള്ളു. ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. ഇവിടെ പറയുന്ന ഞാൻ കേട്ട്, കഴിവും സൗന്ദര്യവും ആരോഗ്യമൊക്കെ ഉള്ള ഒരാള് വേണമെന്ന്. ഞാൻ തോക്കൂന്ന് ഉറപ്പാ. ഇതെല്ലാം ഒത്തുണങ്ങിയത് നീ മാത്രമല്ലേ ഉള്ളൂ. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ജയിച്ചാല് ചേച്ചി പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കും. മോളെ പിങ്കു, എന്റെ വോട്ട് എന്തായാലും നിനക്ക് തരും. ഡാഡി മമ്മി ബെല്ലാമ്മച്ചി എല്ലാരും പറഞ്ഞു നിനക്ക് തരത്തുള്ളെന്ന്. അതുകൊണ്ട് ഒരു വോട്ട്, നിന്റെ ഒരു വോട്ട്, അത് ചേച്ചിക്ക് തരുമോ? നാണം കെടാതിരിക്കാനാ. നിന്റെ വോട്ട് പോയെന്നും കരുതി ബാക്കി ഞങ്ങളുടെ 4 പേരുടെ വോട്ട് നിനക്കില്ലയോ? നീ തന്നെ ജയിക്കും. ചേച്ചി നാണം കെടുത്തല്ലേ മോളെ. ഇല്ല ചേച്ചി, ധൈര്യമായിട്ടിരി. പിങ്കുവിന്റെ വോട്ട് ചേച്ചിക്ക്, ബാക്കി 4 വോട്ടുണ്ടല്ലോ, അത് മതി എനിക്ക്. അപ്പൊ അമ്മച്ചി, നമുക്ക് തുടങ്ങാം. സമയം കളയണ്ടേ. ആദ്യം മമ്മി നിന്ന് ഞങ്ങൾ തുടങ്ങിക്കോ. അപ്പൊ പേരൊക്കെ കറക്റ്റ് ആണല്ലോ? മിക്കും പിങ്കു കറക്റ്റ് ആണല്ലോ പേരൊക്കെ? ഓക്കെ. ആദ്യം മമ്മി, പിന്നെ ഡാഡി, പിന്നെ ബെല്ലാമ്മച്ചി, ലാസ്റ്റ് ഞങ്ങള്. മമ്മി, അപ്പൊ എല്ലാം പറഞ്ഞോലെ വോട്ട് പിങ്കുവിന് തന്നെ കേട്ടാ. ചെയ്തോ, ധൈര്യമായിട്ടുണ്ട് മമ്മി ചെയ്തോ. ചേച്ചി ടെൻഷൻ അടിക്കാതെ, റിസൾട്ട് അമ്മച്ചിയുടെ കയ്യിലുണ്ടല്ലോ,
ടെൻഷൻ അടിക്കാതെ, ചേച്ചിക്ക് എന്റെ ഒരു വോട്ട് ഉറപ്പായിട്ടുണ്ട്. ഈ മിക്കു ചേച്ചിയുടെ ഒരു ടെൻഷൻ എനിക്കാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. കാരണം എനിക്കറിയാം ഞാൻ ജയിക്കുമെന്ന്. പാവം തോറ്റുപോയെന്ന് ഓർത്തിട്ട. എന്റെ പൊന്നമ്മച്ചി, ആ റിസൾട്ട് ഒന്ന് അനൗൺസ് ചെയ്യ. എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ് പിങ്കു, കൺഗ്രാറ്റുലേഷൻസ് മിക്കു. അപ്പൊ ഞങ്ങൾ രണ്ടാളും ജയിച്ചോ? അപ്പൊ വോട്ടിൽ അസാധുവായി പോയോ? ഏയ്, ഒരാളെ ജയിച്ചിട്ടുള്ളൂ. ഞാൻ ആദ്യം കണ്ട സബ്സ്ക്രൈബേഴ്സിൽ കാണിക്കട്ടെ. കണ്ടോ കണ്ടോ പിങ്കു? 5 വോട്ട് നേടി നമ്മുടെ മിക്കു ലീഡർ ആയിരിക്കാണ്. 5 വോട്ടോ? അപ്പൊ എന്റെ ഒരു വോട്ട്, ബാക്കി 4 വോട്ട് അതെങ്ങനെ വരും? അതെങ്ങനെ ശരിയാവും? ഇത് കള്ളവോട്ട, കള്ളവോട്ട. ഇത് കള്ളവോട്ട. 1 2 3 4 5 കള്ളവോട്ട, കള്ളവോട്ട. എന്റെ വോട്ട് മിക്കുലല്ലേ കൊടുത്തത്? എടി, അല്പ സ്വല്പം തന്ത്രങ്ങളൊക്കെ വേണം ജയിക്കാന്. അപ്പൊ ഇത് മിക്കുവിന്റെ തന്ത്രം.